ഹലോ ഗേൾസ്, അപ്പൊ ഇന്ന് കിണർ പണിയിലാണുള്ളത്. കിണർ പണിയിലെന്ന് പറഞ്ഞാലേ ഇന്നലെ വിഷു ആയത് കൊണ്ട് ഒക്കെ ലീവ് എടുത്ത് ഇപ്പൊ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം വന്നില്ല. ഒക്കെ മൂലക്ക അയക്കുന്നതുകൊണ്ട് വിഷു എന്ന് ആഘോഷിച്ച് തോന്നുന്നു. അപ്പൊ ഇന്നും കാണാനില്ല പണിക്ക്. അപ്പൊ ഞാനിത് ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചു വിടുക, ഫുള്ള് പൊട്ടിച്ചിട്ട് നിരപ്പാക്കുക. കാരണം മറ്റന്നാള് നാളെ ഇപ്പൊ വെള്ളിയാഴ്ച അല്ലേ, ഇനി മറ്റന്നാൾ ആളെ കിട്ടിയാല് അത് കളക്കം ചെയ്യാച്ചിട്ടാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ നമ്മളെ മോട്ടറും കാര്യങ്ങളൊക്കെ ഇതാ ഇരിക്കണേ. അപ്പൊ നമ്മൾ വലിയ റാഡ് കൊടുത്തിട്ടുണ്ടിമേ. ഇതാ ഈ വലിയ റാഡ് ഇത് കരിവാന്റെ അടുത്ത് പോയിട്ട് ഉണ്ടാക്കിച്ചിട്ടേ റാഡ് കൊടുത്തിട്ട്, അപ്പൊ നമുക്ക് കുറച്ച് ഉറപ്പില്ലാത്ത മണ്ണാണെങ്കിൽ നമുക്ക് ഇതിമ്മ കളച്ചാൽ കിട്ടും. ഇത് ഈ മോട്ടർ ഇങ്ങനെ വെച്ചാല് അങ്ങനെ പോകും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മോട്ടറിന് നമ്മൾ ഇങ്ങനെ ഇളക്കി മറിക്കാം. പിന്നെ മാത്രല്ല, ഇത് പിടിക്കുമ്പോ നമ്മൾ ചെരുപ്പ് ഇടുന്നത് നല്ലതാ. കാരണം ഒരു പക്ഷേ ഇറത്ത് വരാനൊക്കെ സാധ്യത ഉണ്ട്. കരണ്ടാണല്ലോ, കരണ്ട് പറഞ്ഞാൽ ബിജിലി എന്നൊക്കെ പറയും ഹിന്ദിയില്. ബിജിലി ആത്താ ഹേ. അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പൊട്ടിക്കണ കാര്യങ്ങളിലേക്കൊക്കെ നമ്മളത് പോവാണ്. അപ്പൊ നമ്മളെ പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഇങ്ങനെ വിയർത്തായിരിക്കും. കിണറ്റിന്റെ ഉള്ളിൽ നല്ല ഇതാണ് എന്ത് ഒരു ആദി പൊഴുക്കം. നമ്മളെ ഈ ബിരിയാണി ചെമ്പില് ഇരിക്കണ പോലെ ഇങ്ങനെ വരും. അപ്പൊ ബിരിയാണി ചെമ്പിൽ നമ്മൾ ഇരിക്കലില്ല, പക്ഷെ ഏകദേശം ബിരിയാണി ചെമ്പിന്റെ ഭാഗത്ത് നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതേപോലത്തെ ഒരു ചൂടിങ്ങനെ അനുഭവപ്പെടും. പിന്നെ മാത്രല്ല, ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് ശരീരത്തിലെ കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകും. കിട്ടിച്ചിട്ട് ഇങ്ങനെ പോകും. പിന്നെ കൈക്കും ഇതിനൊക്കെ മസിൽ പവർ പറഞ്ഞത് അതിങ്ങനെ വരും. ഒരു ജിമ്മിനും പോണ്ട. കൈക്കൊക്കെ ഒരു പ്രത്യേക ബലം വരും. പിന്നെ എല്ലാ ഭാഗം ഇങ്ങനെ ക്ലിയർ ആയിട്ട് കൈയൊക്കെ ഒരു ദമ്മാവും. ഈ മിഷൻ പിടിക്കണതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പൊ ഇടക്കിടക്ക് നമ്മൾ തോർത്തോണ്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം. കാരണം ഈ വിയർപ്പ് ഈ മിഷേന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇടയ്ക്ക് ചില ടൈമിൽ ഒരു അർത്ഥടിക്കണ പരിപാടി ഉണ്ട്. അപ്പൊ സൈഡും കാര്യങ്ങളും കിണറിന്റെ സൈഡും കാര്യങ്ങളും ഒക്കെ വലിയ പണിയാണ്. ഈ ചികണ്ണിപ്പാറ ആയതുകൊണ്ട് കറക്റ്റ് ലെവലിൽ തൂക്കിയെടുക്കണം. പാമ്പേരും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് കുളമ്പാണ്. ഇതൊരു മഴ വന്ന് വെള്ളം കൂടി കഴിഞ്ഞാൽ ഇത് പൊട്ടി താഴ്ത്തിക്ക് പോകും. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇവിടെ നിൽക്കും. റിങ്ങിനും കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നങ്ങൾ വരാൻ സാധ്യത കുറവാണ്. കാരണം ഇവിടെ ഉറപ്പുള്ള ഭാഗമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും വരാൻ സാധ്യത കുറവാ. അപ്പൊ നമ്മള് പണിയും കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോകുകയാണ്. നല്ല ഉറപ്പുള്ള പാറയാണ്. ഇതാണ് ഇതേപോലത്തെ പാറയാണ് പൊട്ടിണ്. കണ്ടില്ലേ? ഇതാ നല്ല ഉറപ്പാണ്. പിന്നെ ഈ ഭാഗം എന്നൊക്കെ പറഞ്ഞാല് നമ്മളൊരു ചട്ടം കൊണ്ട് സൗണ്ട് കേൾക്കണമെങ്കിലേ ഇത് വെട്ടി തൂക്കണം. ഇത് നിറക്കാനുള്ള പണി ഒരു കൊട്ടയിലേക്ക് ഇത് കുറച്ചായി കിട്ടാന് അത് വയ്യാത്തൊരു പണി വേറെ. അപ്പൊ അതുകൊണ്ടൊക്കെ ആവും ആൾക്കാർ വരാത്തത് എന്ന് നമ്മൾ വിചാരിക്കാം. നമ്മളിപ്പോ ഇത് ആദ്യം ചെയ്തിരുന്ന പണിയാണല്ലോ. അപ്പൊ വന്നിട്ടില്ലെങ്കിൽ വരുന്ന ആളെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ പണിയെടുപ്പിക്കാൻ നോക്കുക. കാരണം ഇപ്പൊ വീഡിയോ എടുക്കാനൊന്നും ആളില്ല. ഞാനിവിടെ ഈ തോർത്തിലേ വീഡിയോ വെക്കുക, എന്നിട്ട് നമ്മള് പണിയെടുക്കുക. അപ്പൊ പൊട്ടിക്കണ കാര്യം എന്ന് പറഞ്ഞാ ഇതാണ് മോട്ടർ. അപ്പൊ കരിവാന്റെ അടുത്ത് പോയി ചൂടാക്കിയിട്ട് അടിച്ച് സൈസ് ആക്കിക്കാണ്. അപ്പൊ അത്യാവശ്യം മണ്ണ് ഇതിക്കൊണ്ട് പോരും. ഇതാണ് സാധനം ബെൽറ്റ് ചെയ്തുണ്ടാക്കി. അപ്പൊ ഇങ്ങനെയാണ് പൊട്ടിക്കുക ചെയ്യാ. അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് പോവാ. കൊലവില്ല.
ഇതിപ്പോ എന്താന്ന് വെച്ചാല് നമ്മള് 8ാമത്തെ കിണറാണ്. റിങ്ങിന്റെയും ചിക്കന്നിപ്പാറിയും ഒക്കെ ആയിട്ട് 8ാമത്തെ കിണറാണ് നമ്മൾ പണിയെടുക്കുന്നത്. അപ്പൊ ഇതൊരു 2 ദിവസം കൂടി നമ്മൾ കളച്ചു കഴിഞ്ഞാൽ വെള്ളം കാണും. പിന്നെ നമ്മളിത് പൊട്ടിക്കണതിനനുസരിച്ചിട്ട് മണ്ണ് മുകളിലേക്ക് കയറ്റാൻ ആള് വേണം. അപ്പൊ ഇന്ന് ആളില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാ, പൊട്ടിച്ചിട ഇനി ശനിയാഴ്ച രാവിലെ വന്നു കഴിഞ്ഞാല് അവരെ നറക്കാൻ നിർത്തുക. മണ്ണിട്ട് കയറ്റി അത് കഴിഞ്ഞാൽ നമ്മളോട് ഇറങ്ങും. പിന്നെ മാത്രല്ല ഈ മിഷീൻ ഉണ്ടല്ലോ, ഈ മിഷീന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ ഈ മിഷീന്റെ മേലെ വല്ലാത്ത ലോഡ് കൊടുക്കരുത്. അപ്പൊ പൊട്ടില്ല. നമ്മളിപ്പോ ഒരു 10-14 വർഷമായി ഇതിന്റെ പരിപാടി തുടങ്ങിയിട്ട്. അപ്പൊ ചിലവർ ഇങ്ങനെ പിടിക്കും. അങ്ങനെ ഒരിക്കലും മിഷീൻ പിടിക്കരുത്. നമ്മൾ ബാക്കിലും മിഷീൻ ഫ്രണ്ടിലായിട്ടാണ് ഇത് പിടിക്കാൻ പാടുള്ളൂ. അപ്പൊ ചിലവര് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ ആട്ടിലുണ്ട്. ആ ആട്ടിൽ പറ്റില്ല. മിഷീന്റെ ഉള്ളിലെ പിസ്റ്റന് കംപ്ലൈന്റ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, കുളമ്പിയിൽ കുടുങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ വല്ല കുളമ്പിന്ന് ഇങ്ങനെ ഊരുക, ഒരു 2 അടി ഇങ്ങനെ കടിക്കാം, എന്നിട്ട് വല്ലണ്ട് ഊരുക, അപ്പുറത്തെ ഭാഗത്തോട് വെക്കുക, പൊട്ടിക്കുക. അപ്പൊ അതൊക്കെയാണ് നമ്മളെ പരിപാടിയും കാര്യങ്ങളും. മാത്രല്ല നമ്മള് പോത്തിന്റെയും കന്നിന്റെ ഒക്കെ വീഡിയോകളാണ് കൂടുതൽ ഇടാറ്. അതായിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ കുടുംബം പട്ടിണിയാവും എന്നുള്ള കാര്യം ഉറപ്പാ. എന്തെങ്കിലും ചില്ലറ ഒരു 2-3 മാസം കൂടുമ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. വേറെ വലിയ പരിപാടിയൊന്നുമില്ല. അപ്പൊ നമ്മളെ പണി എന്താണോ ആ പണി നമ്മൾ ഒഴിവാക്കിയിട്ട് ഒരിക്കലും യൂട്യൂബ് ചാനലോ ഫേസ്ബുക്കുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത്. അത് എപ്പോഴും ഏത് ടൈമിലും നമ്മളേക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മളെ തൊഴിലും കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് വേറെ ഒന്നിന് നമ്മൾ പോകരുത്. പിടിച്ചതിനെ വിട്ടിട്ട് പറക്കണതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും പോകരുത്. അപ്പോൾ നമ്മൾ ആ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലും ബ്രേക്ക് ഒന്ന് കയറി അമർത്തി കൊടുക്കുക.